നമസ്കാരം. സ്വന്തം മന്ത്രിമാർക്ക് മോശം മാർക്കിട്ട് CPI ജില്ലാ കൗൺസിൽ യോഗത്തിൽ വിമർശന ശരങ്ങൾ. ജനങ്ങളുമായി അടുത്തു പ്രവർത്തിക്കേണ്ട ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, റവന്യൂ വകുപ്പുകൾ അമ്പേ പരാജയപ്പെട്ടത് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചതായി CPI എറണാകുളം ജില്ലാ കൗൺസിലിൽ വിമർശനം. മന്ത്രി GR അനിലിനെതിരെ ആരംഭിച്ച വിമർശനം K രാജനിലേക്കും നീണ്ടു. സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാരെ ഒരുപോലെ കടന്നാക്രമിച്ചാണ് ജില്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പിരിഞ്ഞത്. ഭരണം കൊണ്ട് പാർട്ടിക്കോ ജനങ്ങൾക്കോ ഒരു ഗുണവും ഉണ്ടായില്ലെന്നും കൗൺസിലിൽ കടുത്ത വിമർശനം ഉയർന്നു. സിവിൽ സപ്ലൈസ് ഷോറൂമുകൾ കാലിയായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ധനവകുപ്പിന്റെ പിടിപ്പുകേടാണ് സിവിൽ സപ്ലൈസിനെ തകർത്തതെങ്കിലും പ്രത്യക്ഷത്തിൽ ഭക്ഷ്യവകുപ്പിന്റെ വീഴ്ചയായാണ് ജനങ്ങൾ കണ്ടത്. ഫോർട്ട് കൊച്ചി RDO ഓഫീസിൽ കയറിയിറങ്ങി മടുത്ത ജനം എങ്ങനെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ചോദ്യമുയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനമുണ്ടായി. LDF കൺവീനർ BJP നേതാക്കളെ കണ്ടത് പ്രവർത്തകരിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും LDF യോഗത്തിൽ പാർട്ടി ഇക്കാര്യം ഉന്നയിക്കണമെന്നും ആവശ്യമുയർന്നു. CPI അഭിപ്രായമില്ലാത്ത പാർട്ടിയായി മാറിയെന്നും വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഇരുന്ന കസേര ഇത്ര പെട്ടെന്ന് ദുർബലമായി പോയല്ലോ എന്നും വിമർശനമുണ്ടായി. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ CPM ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ നീക്കിയതെന്നും പലയിടത്തും CPIക്ക് റോൾ ഇല്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷ പ്രീണനം കൂടിയായതോടെ പരമ്പരാഗതമായ ഭൂരിപക്ഷ വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചുവെന്നും വിമർശനം വന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി മിണ്ടാതിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI ജില്ലാ കൗൺസിലിന്റെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിൽ വിമർശനമുയർന്നു. കരുവന്നൂരിൽ ഇരകൾക്ക് ഒപ്പമായിരുന്നു നിൽക്കേണ്ടിയിരുന്നതെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വോട്ട് ചോർച്ചയ്ക്ക് പ്രധാന കാരണം പെൻഷൻ നൽകാത്തതും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതുമാണെന്നും അംഗങ്ങൾ പറഞ്ഞു. അതേസമയം പാർട്ടിക്ക് കരുത്തായിരുന്ന ഈഴവ വിഭാഗങ്ങളുടെ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും നഷ്ടമായെന്നും ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർന്നെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച CPM കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആമുഖമായി സംസാരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും നിരാശാജനകമായ ഈ തോൽവിയിൽ ഭരണപരമായ പോരായ്മകളും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയത് പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തെ എതിരാക്കിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. കേന്ദ്രം അർഹമായ ആനുകൂല്യങ്ങൾ തരാത്തത് മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെങ്കിലും ഇത് ജനങ്ങളെ വേണ്ട വിധം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതിനായി സംഘടിപ്പിച്ച നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള പരിപാടികളും ഫലം കണ്ടില്ലെന്നും വിമർശനം ഉയർന്നു. ചർച്ചകൾ ഇന്നും നാളെയും തുടരും.